നഗരത്തിന്റെ വികസന കുതിപ്പിന് പുതിയ വേഗത പകരുന്ന കൊച്ചി മെട്രോ മൂന്നാം ഘട്ടത്തിന്റെ വിശദമായ പദ്ധതി രേഖ ഏപ്രിലിൽ പൂർത്തിയാകും. ആലുവ വിമാനത്താവളം അങ്കമാലി റൂട്ടിലാണ് മൂന്നാം ഘട്ട പദ്ധതി. ഇതിന്റെ ഭാഗമായുള്ള പ്രാരംഭഘട്ട മാർക്കിംഗ് നടപടികൾ കഴിഞ്ഞ നവംബറോടെ അങ്കമാലിയിൽ ആരംഭിച്ചിരുന്നു. നിലവിൽ 4 അലൈൻമെന്റുകളാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പരിഗണനയിലുള്ളത്. ആലുവയിൽ നിന്ന് കരിയോട് വരെ റോഡിന് മുകളിലൂടെയും വിമാനത്താവള മേഖലയിൽ ഭൂമിക്കടിയിലൂടെയും തുടർന്ന് അങ്കമാലി കരയാമ്പറമ്പ് വരെ വീണ്ടും റോഡിന് മുകളിലൂടെയുമാണ് പാത കടന്നു പോകുക. കരിയാമ്പറമ്പിലെത്തിയാണ് അവസാനിക്കുന്നത്. എയർപോർട്ടിന് ശേഷം വീണ്ടും റോഡിന് മുകളിലൂടെയാകും മെട്രോ കടന്നു പോകുക. ദേശീയപാതയിലൂടെ വിമാനത്താവളം തൊടാതെ കടന്നു പോകുന്നതാണ് മറ്റൊരു അലൈൻമെന്റ്. ഇപ്പോഴത്തെ മെട്രോ റൂട്ടിലുള്ളതുപോലെ ഇത് പൂർണ്ണമായും റോഡിന് മുകളിലൂടെയാണെങ്കിലും വിമാനത്താവളം ഒഴിവാക്കിയുള്ള നിർദ്ദേശമായതിനാൽ ഇതിന് സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയില്ല. ആലുവ മുതൽ എയർപോർട്ട് വഴി അങ്കമാലി വരെ പൂർണ്ണമായും റോഡിന് മുകളിലൂടെയുള്ള അലൈൻമെന്റാണ് മറ്റൊരു നിർദ്ദേശം. അതേ റൂട്ടിൽ തന്നെ പൂർണ്ണമായും ഭൂഗർഭപാതയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏകദേശം 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 15 സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തോട്ടക്കാട്ടുകര, കുന്നുംപുറം, പറമ്പയം, നെടുമ്പാശ്ശേരി, അത്താണി, കരിയാട്, എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, നായത്തോട്, കവരപ്പറമ്പ്, അരീക്കൽ ജംഗ്ഷൻ, LF ഹോസ്പിറ്റൽ, അങ്കമാലി ടൗൺ, കോതകുളങ്ങര, കരയാമ്പറമ്പ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലയിലും കിഴക്കൻ മേഖലയിലുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകും. നിലവിൽ KSRTC സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവർക്ക് മെട്രോ വലിയ ആശ്വാസമാകും. 2031 ഈ റൂട്ടിൽ പ്രതിദിനം 1.12 ലക്ഷം യാത്രക്കാർ ഉണ്ടാകുമെന്നാണ് ഗതാഗത പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്കമാലി പാതയ്ക്കായി മുൻപ് നടത്തിയ ഗതാഗത പഠന റിപ്പോർട്ട് പ്രകാരം ആലുവ മുതൽ കോതകുളങ്ങര വരെ 11 സ്റ്റേഷനുകളായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. അന്ന് ഏകദേശം 3115 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന പദ്ധതിയാണിപ്പോൾ പുതിയ അലൈൻമെന്റുകളോടെ വിപുലമായ മൂന്നാം ഘട്ടമായി വികസിപ്പിക്കുന്നത്. പാത പൂർണ്ണമായും ഭൂമിക്കടിയിലൂടെയാണെങ്കിൽ നിർമ്മാണ ചെലവ് കുത്തനെ ഉയരും. ഏകദേശം 8,000 കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിലെ പ്രതീക്ഷിക്കുന്ന ചിലവ്. എന്നാൽ അലൈൻമെന്റിൽ മാറ്റമുണ്ടാകുന്നതിനനുസരിച്ച് ചിലവും കുറയും. ഹരിയാന ആസ്ഥാനമായുള്ള കമ്പനിയാണ് DPR തയ്യാറാക്കുന്ന നടപടികൾ ഏകോപിപ്പിക്കുന്നത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് 3ാം ഘട്ടവുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചർച്ചകളും തുടരുന്നത്. കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിന് 1016.24 കോടി രൂപ വായ്പയ്ക്ക് അനുമതി ലഭിച്ചിരുന്നു. JLN സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്നും 1016.24 കോടി രൂപ വായ്പ എടുക്കുന്നതിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകുകയായിരുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായുള്ള വായ്പാ കരാറിലും ഏർപ്പെടുന്നതിന് KMRL ചുമതലപ്പെടുത്തി. അതിനിടെ മഹാശിവരാത്രി പ്രമാണിച്ച് ആലുവ മണപ്പുറത്തേക്കെത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം കൊച്ചി മെട്രോ സർവീസ് സമയം നീട്ടി. ശിവരാത്രി ദിവസമായ ഞായറാഴ്ചയും ബലിതർപ്പണം കഴിഞ്ഞു മടങ്ങുന്നവർക്കായി തിങ്കളാഴ്ച പുലർച്ചെയുമാണ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്നുള്ള അവസാന സർവീസ് രാത്രി 11:30 പുറപ്പെടും. തിങ്കളാഴ്ച ബലിതർപ്പണം കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി ആലുവയിൽ നിന്ന് പുലർച്ചെ 4 മണിക്ക് സർവീസ് ആരംഭിക്കും. പുലർച്ചെ 4 മുതൽ 6 വരെ ഓരോ 30 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് ഉണ്ടായിരിക്കും. 6 മണിക്ക് ശേഷം പതിവ് ടൈം ടേബിൾ പ്രകാരം ട്രെയിനുകൾ ഓടുമെന്നാണ് വിവരം. കൂടാതെ ഭക്തജനങ്ങളുടെ തിരക്ക് പരിഗണിച്ച് മെട്രോ സ്റ്റേഷനുകളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും അധിക കൌണ്ടറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശിവരാത്രി സ്പെഷ്യൽ ക്രമീകരണങ്ങൾക്ക് പുറമെ കൊച്ചി മെട്രോയുടെ സാധാരണ സർവീസ് സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ വർധനവ് പരിഗണിച്ച് ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 11 മണി വരെ മെട്രോ സർവീസ് ഉണ്ടായിരിക്കും. ആലുവ, തൃപ്പൂണിത്തുറ എന്നീ 2 ടെർമിനലുകളിൽ നിന്നും അവസാന ട്രെയിൻ രാത്രി 11 പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.